വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഓട്ട് ഓയിൽ മസാജ്. അപ്പോൾ ഓയിൽ തയ്യാറാക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് പോവാം. ഓയിൽ ചൂടാക്കാനായിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചതിന് ശേഷം അതിനകത്ത് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിലോട്ട് ഒരു കിണ്ണി വെച്ചതിന് ശേഷം നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് മാത്രം അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രമാത്രം അളവിൽ വേണം അത്ര അളവിൽ അതിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ആ എണ്ണ ചൂടാൻ വരെ വെയിറ്റ് ചെയ്യണം. നമ്മൾ സ്കാൽപ്പിനൊക്കെ താങ്ങാൻ പറ്റുന്ന കണക്ക് ഓവർ പൊള്ളാത്ത വിധത്തിലുള്ള ചൂട്, നമുക്ക് തലയൊട്ടിക്കൊക്കെ താങ്ങാൻ പറ്റുന്ന ടൈപ്പിലുള്ള ചൂടിലാകുമ്പോഴത്തേക്ക് ഓയിലിന്റെ തീ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കണം. അതിലോട്ട് ഞാൻ ഇച്ചിരി ആവണക്കെണ്ണയും കൂടെ ആഡ് ചെയ്താണ് തേക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ 2 ഓയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ 2 ഓയിൽ മിക്സ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഓയിൽ എടുക്കാവുന്നതാണ്. എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മുടി നേരെ ഒന്ന് മാറ്റി മുടിയുടെ ഫുൾ കെട്ടറുത്ത് അതിനുശേഷം മാത്രം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. 2 സൈഡിലായിട്ട് ഒന്ന് മാറ്റി മുടിയുടെ തുമ്പ് ഭാഗത്ത് നിന്ന് കെട്ടറുത്ത് മുകളിലോട്ട് കെട്ടറുത്ത് മാറ്റുക. അപ്പോൾ മുടി പൊട്ടിപ്പോകുന്നതും മുടി കൊഴിയുന്നതും ഒക്കെ കുറച്ച് തടയാൻ പറ്റും. അങ്ങനെ ഒരു സൈഡും അപ്പുറത്തെ സൈഡും അതേപോലെ സെയിം മുടിയുടെ തുമ്പ് കെട്ടറുത്ത് മുകളിൽ നിന്ന് താഴോട്ട് കെട്ടറുത്ത് മാറ്റിയതിന് ശേഷം ഓയില് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിലും മുടിയുടെ എഡ്ജിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഒരു സൈഡ് കെട്ടറുത്ത പോലെ അപ്പുറത്തെ സൈഡും കെട്ടറുക്കുക. മുടിയുടെ തുമ്പ് ഭാഗത്ത് കെട്ടറുത്തതിന് ശേഷം മുകളിൽ നിന്ന് താഴോട്ട് കെട്ടറുത്തതിന് ശേഷം മാത്രം നമ്മൾ ചൂടാക്കിയിരിക്കുന്ന ഓയിൽ അപ്ലൈ ചെയ്യാം. ഓയിൽ സ്കാൽപ്പിൽ തേക്കാൻ പറ്റുന്ന ചൂട് മാത്രമാണോ ഉള്ളതെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഓയിൽ സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നമ്മൾ സ്കാൽപ്പിൽ വവരെടുത്ത ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ ഏരിയയും വകന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അടുത്ത സൈഡ് വകന്ന് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ തലയോട്ടി ഫുള്ള് എല്ലാ ഏരിയയിലും ആവുന്ന വിധത്തിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ എല്ലാ ഏരിയയിലും ഓയിൽ ആവുന്ന വിധത്തിലാണ് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ബാക്കി ഓയിൽ അപ്ലൈ ചെയ്യാനുള്ള ഭാഗത്തോട്ട് നമ്മൾ ഹെയർ ഡിവൈഡ് ചെയ്ത് നല്ല രീതിയിൽ ഓയിൽ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് എണ്ണ നമ്മൾ ഫിംഗർ ടിപ്പിലോട്ട് എടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഫുള്ള് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഓവർ ഫോഴ്സിൽ മസാജ് ചെയ്യില്ലേ, ഒരു നോർമൽ ഒരു മൈൽഡായിട്ട് മസാജ് ചെയ്ത് ഇങ്ങനെ തലയോട്ടി ഫുള്ള് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ സ്കാൽപ്പിൽ ഹെയർ ഗ്രോത്ത് ആവാനും ഹെയർ സ്റ്റിമുലേറ്റ് ചെയ്യാനും നല്ല രീതിയിൽ വളർച്ചയ്ക്കൊക്കെ ഹെൽപ്പ് ചെയ്യും. മൈൽഡായിട്ട് ഓൾ ഏരിയയിലോട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക.
ഫുൾ ഏരിയ നല്ലോണം മസാജ് ചെയ്തതിന് ശേഷം സ്കാൽപ്പ് കുറച്ച് നേരം നമ്മൾ കെട്ടി വെക്കുക. ഒരു 5-10 മിനിറ്റ് കെട്ടി വെച്ചതിന് ശേഷം മാത്രം നമ്മളെ ഹെയർ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയുക. നോർമൽ വാഷ് ചെയ്ത് കളയുക.